പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഒടുവിൽ കാത്തിരുന്ന ഒരു തീരുമാനമായി വി.ഡി. സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി. 11 ദിവസം നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ആരാണേലും ഇത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. അതുപോട്ടെ, ഇനിയെങ്കിലും ഈ കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ ആൾക്കാർ നിങ്ങൾക്ക് ഇത്തരം ഭൂരിപക്ഷം നിന്ന് ജയിപ്പിച്ചത്. അവർക്കറിയാം നിങ്ങളുടെ സ്വഭാവം. അധികാരം കിട്ടുമ്പം തമ്മിലടിക്കുകയും അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളത്തിൽ പോരാട്ടം നടത്തുന്ന പാർട്ടികളൊക്കെയാണെന്നറിയാം. പക്ഷെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണം മടുത്തിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തതാണ്. കാരണം ബി.ജെ.പിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജയിക്കത്തില്ലെന്നറിയാം. 3 MLA കിട്ടി, ഇനി 30 കിട്ടിയത് കഴിഞ്ഞാലും ഒക്കത്തില്ലായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നിങ്ങൾക്ക് ഭരണം തന്നത്. അതിലിപ്പം ഒരു ആശ്വസിക്കാനുള്ളൊരു വക 63 MLA 62 MLA ഇപ്പോൾ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് വി.ഡി. സതീശന് പിന്തുണ പ്രഖ്യാപിച്ചു. ഒരു MLA ഇല്ലായിരുന്നു. അത് മുതിർന്ന ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല. പുള്ളിക്കാരൻ മുതിർന്ന MLA ആണ്. പുള്ളിക്കാരന് നീരസമൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ രേഖാമൂലം പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നാണ് പുള്ളിയുടെ അടുത്ത അനുയായിയായ ചാമക്കാല അറിയിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും പിന്തുണ 62 പേരുണ്ടായിരുന്നു. അവരുടെ പിന്തുണ ഏതായാലും ഉണ്ട്. അപ്പോൾ ഇനിയെങ്കിലും തീരുമാനമായി. ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പണ്ട് ആന്റണിയുടെയും കരുണാകരൻ്റെയും ഒക്കെ കാലത്തൊക്കെ ഇങ്ങനെ തന്നെയാണ്. അടിയും പിടിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഇത് വരുമ്പോഴത്തേന് അവരെല്ലാം ഒന്നിച്ചാവും എന്ന് പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞു. പറഞ്ഞു അവർക്ക് KCക്ക് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ രമേശിന് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ വി.ഡിക്ക് സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ പോട്ടെ. ഇനിയിപ്പം വി.ഡി. സതീശനാണ് നേതാവ്. അദ്ദേഹത്തിന് എൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ചു. അദ്ദേഹം ഒരു ടീം എന്നാണ് പറയുന്നത്, അല്ലാതെ ഞാനെന്ന് പറയുന്നില്ല. ആ ഒരു നല്ലൊരു കാര്യമാണ് അത്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ഭരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കുക, അല്ലെങ്കിൽ കണക്ക് പുറത്ത് എന്നൊന്നും പറയാത്ത രീതിയിലുള്ളൊരു ഭരണം ആണ് സാധാരണക്കാർ ആഗ്രഹിക്കുന്നത്. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കും ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ ഗതിയായിരിക്കും വരുന്നത്. ഇത്രയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.